ഞാൻ ജഡ്ജ് ചെയ്യുന്നതിനേക്കാളും കണ്ടിട്ടുള്ള മറ്റു പ്രേക്ഷകർ ജഡ്ജ് ചെയ്യുന്നത് എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ട്. ഭരിച്ചഭിനയിക്കുന്ന പടമാണ്. പക്ഷെ അത്രയും ഞാൻ വിചാരിച്ചില്ല. ഭരിച്ചഭിനയിക്കുന്ന പറയുമ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. സന്തോഷം. താങ്ക് യു. രാജേഷ് സീരിയൽ കില്ലറായിട്ട് കിട്ടില്ല പെർഫോമൻസ് ആയിട്ടുണ്ട്. നല്ല പടാ, ചിരിച്ചു വയ്യണ്ടോണ്ടാ, ഫുൾ കോമഡിയാണ്. ചേട്ടാ പടം എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? തീർത്തു തീർത്തു. ഞങ്ങൾ തന്നെ വർക്ക് ചെയ്തോളാണല്ലോ, ഇപ്പൊ ഓഡിയൻസ് ആണ് പറയേണ്ടത്. വന്നതിലും കണ്ടതിലും ഒക്കെ സന്തോഷം. ഇപ്പൊ ബാക്കി ഓഡിയൻസ് പറയാം. സന്തോഷം. താങ്ക് യു. എന്തായാലും കണ്ടിട്ട് എല്ലാവരും പറയൂ അഭിപ്രായം. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയും. ഇതാ ഡയറക്ടർ ശിവപ്രസാദിന്റെ ആദ്യത്തെ സിനിമയോട് സിജു എഴുത്തുകാരൻ. രാജേഷ് സീരിയൽ കില്ലറുണ്ട്, സുരേഷ് ഏട്ടനുണ്ട്, അനിഷ്മയുണ്ട്, അനിഷ്മ നായികയുണ്ട്, പ്രൊഡ്യൂസർ പുറകെ വരുന്നുണ്ട്. നല്ല സിനിമ. നല്ല സിനിമയാണ്. ചേട്ടാ പടം എങ്ങനെയുണ്ട്? അടിപൊളി പടം, നല്ല പടം, നല്ല പടം, നല്ല എന്റർടൈനിങ് ആണ്. ചിരിക്കാനായിട്ട് വ്യത്യസ്തമായിട്ടുള്ള കഥ. എനിക്ക് അങ്ങനത്തെ ജോണർ ഇഷ്ടമാണ്. ഒരു ഡാർക്ക് ഹ്യൂമർ കോമഡി ഇഷ്ടമാണ്. അന്നേ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നമ്മൾ ഇതൊക്കെ പറഞ്ഞത്. എനിക്കിതിന്റെ കഥ അറിയാവുന്നതാണ്. ഇതിന്റെ ഷൂട്ടിംഗ് സ്പോട്ടിൽ ഞാൻ മിക്കപ്പോഴും ഉണ്ടായിട്ടുള്ളതാണ്. ഞാൻ ജഡ്ജ് ചെയ്യുന്നതിനേക്കാളും കണ്ടിട്ടുള്ള മറ്റു പ്രേക്ഷകർ ജഡ്ജ് ചെയ്യുന്നത് എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ട്. എനിക്കാണോ? എല്ലാരും കാണണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടിപൊളി ഫൈറ്റ് ഒക്കെ ഉണ്ട് പടത്തില്. ഒരു ഭാഗമാകാൻ പറ്റിയത് ഒരുപാട് സന്തോഷമുണ്ട്. നല്ല രസമുണ്ട്, ഭയങ്കര കോക്കിയാണ്. നല്ലതായിരുന്നു. ഞാനിതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പം എല്ലാവരും ഉറപ്പായിട്ടും കാണുക, സപ്പോർട്ട് ചെയ്യുക. പ്രത്യേകിച്ചൊരു തമാശയുള്ള വളരെ നല്ല സ്റ്റോറി ആയിട്ടുള്ളൊരു സിനിമയാണ്. നമ്മൾ മുൻപ് കാണാത്തൊരു ബേസിൻ്റെ ഒരു പുതിയ വെർഷൻ കൂടിയുണ്ട് ഇതിനകത്ത്. അപ്പം എന്തായാലും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഡയറക്ടർ പറയും പഠിച്ചോടത് ചേട്ടൻ ചെയ്തേക്കുന്നതിൽ വ്യത്യസ്തമായൊരു വേഷമാണ് ഇത്. ഭരിച്ചിട്ടും ഭരിച്ചഭിനയിക്കുന്ന പടമാണ്. പക്ഷെ അത്രയും ഞാൻ വിചാരിച്ചില്ല. ഭരിച്ചഭിനയിക്കുന്ന പറയുമ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ബേസിൽ അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമായിട്ടുണ്ട്. ബേസിലും ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും. രാജേഷ് സീരിയൽ കില്ലറായിട്ട് കിട്ടില്ല പെർഫോമൻസ് ആയിട്ടുണ്ട്. പിന്നെ ഇതിലൊരു അപ്പൂപ്പൻ അഭിനയിച്ചിട്ടുണ്ട്, പുള്ളി നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ അനിഷ്മ, പിന്നെ എല്ലാവരും, സിജു, കൺവിൻസിങ് സ്റ്റാറിന്റെ കുറേ കോമഡി ഭയങ്കര ശരിയായിരുന്നു തിയേറ്ററിൽ. നല്ല രസമാണ്. സിനിമയിൽ വയലൻസ് ഫൺ രീതിയിലാണോ കാണിച്ചിരിക്കുന്നത്? അല്ല, അങ്ങനെയല്ല. വയലൻസ് പറഞ്ഞാൽ സിനിമയ്ക്ക്, അതായത് ആ സ്റ്റോറിക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. പക്ഷെ അത്ര ബാക്കി എന്താ പറയുക, വേറെ സിനിമകളെ പോലെ ഭയങ്കര വയലൻസ് ഒന്നുമില്ല. ഈ സിനിമയിലെ പ്രേക്ഷകരെ ചിരിപ്പിക്കാറുള്ള എല്ലാവരും ഈ സിനിമയിലുണ്ട്. ഉടനീളമായിട്ട് എല്ലാ സ്ഥലത്തും ഇത് രണ്ടുപേരുണ്ടോ നമ്മൾ തോന്നുന്നു. ഒത്തിരി കഥാപാത്രങ്ങൾ നമുക്ക് കാണാം. സ്കോർ ചെയ്താരെ ചിരിപ്പിക്കുന്നില്ല. അങ്ങനെ ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. പക്ഷെ എന്നെ ഭയങ്കരമായിട്ട് ഞെട്ടിച്ചത് ബേസിൽ അങ്ങനെയൊന്നും പറയാനുള്ള കഴിവൊന്നുമില്ല. പക്ഷെ നല്ല സിനിമ ഇഷ്ടപ്പെട്ടു. കാരണം ഓഡിയൻസിൻ്റെ സൈഡിൽ ഭയങ്കര ഹ്യൂമർ വർക്കൗട്ട് ആവണമെന്ന് നമുക്ക് മനസ്സിലായി. I really like the movie. It's fun. നല്ലൊരു ഫൺ കോമഡി എൻ്റർടൈനർ ആയിരുന്നു മരണം മാസി. എല്ലാവർക്കും പെർഫോമൻസും കോമഡി ഈസ് നോട്ട് സട്ടിൽ ആയിട്ടുള്ള കോമഡി അല്ല, ബട്ട് എക്സാജറേറ്റഡ് ആയിട്ടുള്ള കോമഡി. ആൻഡ് ഇറ്റ്സ് വെരി നൈസ്. എവറിബഡി ഡിഡ് സോ വെൽ. അടിപൊളിയായി. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. എന്നിട്ട് അവസാനം വരെ ലൈക്കിനോ എൻ്റർടൈൻ ചെയ്തു. ഞാനൊരു 1000 വട്ടം കണ്ടിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ പ്രാവശ്യം തൊട്ട് ചിരിച്ച് വന്നതാണ്. സോ കുറേ ചിരിക്കാനുണ്ട്. ഭയങ്കര എൻഗേജിങ് ആണ്. എല്ലാവരും ഭയങ്കര അടിപൊളി പെർഫോമൻസ് ആണ്.